പാലക്കാട് വാണിയംകുളത്ത് ഫേസ്ബുക്ക് കമന്റിനെ ചൊല്ലി യുവാവിനെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. പനിയൂർ സ്വദേശി വിനേഷിനെ മർദ്ദിക്കാൻ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎഫ്ഐ നേതാക്കളായ ഹാരിസും സുർജിത്തും കിരണും ചേർന്ന് ഇക്കഴിഞ്ഞ 8-നാണ് വിനേഷിനെ ക്രൂരമായി ആക്രമിച്ചത്. 2 ഇടങ്ങളിൽ വെച്ച് ക്രൂരമായ അക്രമം വിനേഷിന് നേരിടേണ്ടി വന്നു. ഒരു തവണ മർദ്ദനമേറ്റ ശേഷം വീട്ടിലേക്ക് പോയ വിനേഷിനെ പിന്നാലെ എത്തി വീണ്ടും മർദ്ദിച്ചു. പോലീസ് അന്വേഷണത്തിൽ രാകേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടാമതെത്തി വീണ്ടും മർദ്ദിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യപ്രതിയെ പിടികൂടാൻ കഴിയാത്ത പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. വിനേഷിന് മർദ്ദനം നേരിട്ട ശേഷവും മണിക്കൂറുകളോളം രാകേഷ് ഷൊർണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ രാകേഷ് ഒളിവിലാണെന്നും കണ്ടെത്താൻ തീവ്രശ്രമം നടക്കുന്നുണ്ടെന്നുമാണ് പോലീസിന്റെ നിലവിലെ വിശദീകരണം. വിനേഷ് എവിടെയുണ്ടെന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത രാജുവിനെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ റിമാൻഡിലായ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ആക്രമണത്തിന് രാകേഷ് പ്രേരിപ്പിക്കുന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം രാകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ CPIM നടപടി സ്വീകരിച്ചിരുന്നു. പ്രതികൾക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകില്ലെന്നാണ് CPIM പറയുന്നത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിനേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. വെന്റിലേറ്ററിലായിരുന്ന വിനേഷിനെ നിലവിൽ ICUവിലേക്ക് മാറ്റി. ന്യൂസ് മലയാളം, പാലക്കാട്.